ഞാൻ 2 ദിവസം മുമ്പ് ലുധിയാനയിലാണ്. 49 ഡിഗ്രിയാണ് അവിടെ. പക്ഷെ എന്റെ ക്ലാസ് AC റൂമിലാണ്. അവന് എനിക്ക് കുഴപ്പമില്ല. വരുന്നത് AC റൂമിൽ നേരെ കൊണ്ടുപോകും. ഓരോ 5 മിനിറ്റ് കൂടുമ്പം മോരും വെള്ളം കൊണ്ടുവരും. ഇവിടെ വന്നിട്ട് വെള്ളം പോലും കിട്ടിയിട്ടില്ല. നമ്മൾ സീരിയസ് ആവുമ്പോഴേ ബാക്കിയുള്ളവരും സീരിയസ് ആവും. നമ്മൾ കാഷ്വൽ ആയാൽ അതുപോലെയാവും എല്ലാവരും. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കുറെ ചിട്ടകളുണ്ട്. അതിൽ ഏറ്റവും നിർബന്ധമായിട്ട് എനിക്ക് വേണ്ടത് ഡിസിപ്ലിനാണ്. 2, അത് ഇന്നത്തെ കാര്യം. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഗ്രൂപ്പിലുണ്ട്, എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല. അവർക്ക് എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻഡിവിജ്വൽ. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഒരാളെടുത്തുന്ന ഒരു മറുപടി. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ബ്ലാ 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 ഇംഗ്ലീഷ് എഴുതി നോക്കി വായിക്കുന്നതല്ല. ഒരാളൊരു മെസ്സേജ് അയച്ചാൽ തിരിച്ച് മറുപടി അയക്കുക എന്നുള്ളൊരു മാന്യത ഇല്ല. ഞാൻ 50 പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്തെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഓരോ നമ്പറും ഗ്രൂപ്പിൽ നിന്നെടുത്ത് അതിൽ ചിലരുടെയൊക്കെ വാട്സപ്പ് അപ്പൊ ഓണല്ല. അപ്പൊ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് അതില്ലെങ്കിൽ രണ്ടാമതും ട്രൈ ചെയ്യണം. അങ്ങനെ 6 പ്രാവശ്യം 7 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടാതെ 3-4 പേരെ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ്. അവരുടെ പേരുകൾ എനിക്കറിയാം. ആ ലിസ്റ്റ് ഫുൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വിജിലേക്ക്. ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്തത്, ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാതെ ഗ്രൂപ്പിലുള്ളത്. ഇവരുടെ ഓരോരാളുടെയും DP-യിൽ പോയിട്ട് നോക്കും ഞാൻ ആരുടെയൊക്കെയാ മുഖം. അവരൊക്കെ എനിക്ക് പരിചയപ്പെടണം വരുന്നതിന് മുമ്പ്. കുറേ ആക്ടിവിറ്റീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്റെ 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാരെങ്കിലും ഒരാൾ കണ്ടുവന്നോ, ഞാൻ ഇട്ടത് കണ്ടുവന്നോ, അക്നോളജ് ചെയ്യോ, ഒന്നും ചെയ്തിട്ടില്ല. ആണോ അല്ലേ പറയും. ഞാൻ വല്ല തെറ്റും പറയണ പറയും. ഞാൻ 40-50 ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് ജ്ഞാനത്തിൽ. നിങ്ങൾക്ക് പഠിക്കണം, ഞാൻ പഠിപ്പിക്കുന്നു, ഇത്രയല്ലേ ഉള്ളൂ. ഇനി അതല്ല, ചില സ്ഥലത്തൊക്കെ പോകും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് വളരെ ഗംഭീരമായ പരിപാടി. 2 MLA, ഒരു MP ഒക്കെ കംപ്ലീറ്റ് ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരുണ്ടായിരുന്നു. 1200 പാരന്റ്സ് ആണ്. സ്കൂൾ ഇനോഗ്രേഷന്റെ 1000 അഡ്മിഷൻ കഴിഞ്ഞു. അത് വിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ. അത് വിട്ടിട്ടുണ്ട്. ഒരാള് പോലും അത് കണ്ടിട്ട് പോലില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഡോക്ടർ DPSൽ താല്പര്യമൊന്നുമില്ല. ഒരു താല്പര്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ വെൽക്കം എന്നൊരു വാക്ക് പറയുമല്ലോ? ആണോ അല്ലയോ? നിങ്ങളുടെ നാട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നിങ്ങൾ വെൽക്കം പോലും പറയാൻ തയ്യാറില്ല. ഒരു മെസ്സേജ് പോലും വെൽക്കം അടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ? 4 ടീച്ചേഴ്സിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മറുപടി ഞാൻ കാണിച്ചു തരാം. വാവ്, മട്ടന്നൂർ വരുന്നുണ്ടല്ലേ, വാണ്ട് ടു കം ആൻഡ് സീ ദം. ഞാൻ മെസ്സേജ് കാണിച്ചു തരാം. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ടീച്ചർമാരെ എന്നെ 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അവിടെ ക്ലാസ് എടുക്കാൻ. ഞാൻ യെസ് എന്ന് പറയാത്തതുകൊണ്ടാണ്. കാരണം അത്തരം സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഇത് അബദ്ധത്തിൽ പരിചയപ്പെട്ട എന്റെ നാരായണൻകുട്ടി കുറെ കാലങ്ങൾക്ക് ശേഷം പരിചയപ്പെട്ടത്. നാരായണൻകുട്ടി ജനിക്കുമ്പോഴേ ഞാൻ നാരായണൻകുട്ടിന്റെ ബന്ധുവാണ്. നാരായണൻകുട്ടിയുടെ അച്ഛൻ കല്യാണം കഴിച്ച അമ്മ ചോലിയാണ്. എന്റെ ബ്രദറില്ല, എന്റെ അടുത്ത ബന്ധുവാണ്. പക്ഷെ ഞങ്ങൾ പരിചയപ്പെട്ടത് ഞാൻ ക്യാമ്പ് നടക്കുമ്പോൾ ഒരു ദിവസം കയറി വന്നിട്ട് പരിചയപ്പെട്ടതാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞ് വിജില, ഞാൻ 4 ദിവസം ക്യാമ്പ് നടക്കുമ്പോൾ എന്നോട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ വന്നിട്ടൊന്നുമില്ല. അവസാന ദിവസം ക്യാമ്പെല്ലാം കഴിഞ്ഞപ്പോ അവിടെയും ലേറ്റാ. 4 ദിവസത്തെ ക്യാമ്പൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? പിന്നെ 1-2 റിക്വയർമെന്റ്സ് പറയുമ്പോൾ നമ്മൾ അതൊക്കെ അതിന് പറ്റുന്ന കമന്റ്സും സജഷൻസ് ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് BTM-ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്ത. അതല്ലാതെ BTM കാരണമല്ല ഞാൻ ഇവിടെ എത്തത്. ഞാൻ കാരണമാണ് BTM വിജില പരിചയപ്പെട്ടത്. ആണോ അല്ലയോ? ഓരോ വാക്കും ശരിക്കും ശ്രദ്ധിക്കുന്ന ആളാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നാരായണൻകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം. ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധാവാൻ ലഭതേ. ഇനി പിടിക്കുന്ന ഒറ്റ കുട്ടിക്കും പഠിക്കാൻ താല്പര്യമില്ല. കാരണം ഒരാളുടെ കയ്യിലും പേനയും പേപ്പറും ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ എന്റെ കോപം പകുതിയിലധികം കുറഞ്ഞാൽ. നിങ്ങളൊക്കെ സിനിമ കാണാൻ വന്നിട്ടുള്ളവർ എന്റെ കയ്യിലുള്ള കുട്ടി ആദ്യം വന്നിരിക്കണം. എങ്ങനെയാ ഞാൻ തന്നെ കാണാം? ആദ്യം നിർബന്ധമായിട്ടൊരു പേനയും പേപ്പറും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വരാത്ത എന്ത് അക്കാഡമിക് ആക്ടിവിറ്റി അവിടെ നടക്കണം? സിനിമയാണോ നടക്കണം? നാടകമാണോ? ഡ്രാമയാണോ? ഒരു പേനയില്ല, പേപ്പറിലെന്നേ. ഞാൻ ഒരു സെറ്റ് ഓഫ് ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട് വിജിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ. ഞാൻ അതെ, നിങ്ങൾക്ക് എഴുതാനും വായിക്കാനുള്ള ശീലമൊന്നും ഇല്ലേ? അല്ല, നിങ്ങൾക്ക് എല്ലാം അറിയോ? എല്ലാം അറിയുന്നവരാണോ?
ഡൽഹി ഇന്റർനാഷണൽ സ്കൂളിൽ പോയി കഴിഞ്ഞ പ്രാവശ്യം വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചൊല്ലിയ മന്ത്രം ശുഭം കുരുത്വം കല്യാണം. ഉടനെ പിടിച്ചു. ശുഭം ഭവന്തു ഈസ് ഓക്കെ. അല്ല, ഞാൻ ചെയ്യുന്ന കർമ്മത്തിനാണ് ശുഭമാവേണ്ടത്. ശുഭം കരോതി കല്യാണം. ഇത് ഏതോ സിനിമാ പാട്ടുകാരി പാടിയിട്ടുള്ള സാധനം കാസറ്റാ പ്ലേ ചെയ്യണത്. അവിടുത്തെ ഒരു ടീച്ചർമാരും ഇതുവരെ ശ്രദ്ധിച്ചില്ല. കുറെ കാലം ഇത് തന്നെയാണ് ഓടിക്കണത്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സമ്മതിക്കണമെന്നില്ല, നോക്കാൻ പറഞ്ഞു, ഗൂഗിൾ ചെയ്യാൻ പറഞ്ഞു. ഗൂഗിൾ ചെയ്യുമ്പോൾ ഏതോ ഒരു സ്ഥലത്ത് മാത്രം ഏതോ ഫേമസ് ആയിട്ടുള്ള ആള് കുരുത്തൊന്ന് ചൊല്ലിയിട്ടുണ്ട്. അതാണ് ഇവർ കിട്ടിയത്. അർത്ഥാലോചിക്കണ്ടേ? ശുഭം കരോതി കല്യാണം. ഞാൻ ചെയ്യുന്ന കർമ്മം ശുഭമാണ്. ഇപ്പൊ തെറ്റുകൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാൻ ഷറഫിനോട് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റില്ല. കാരണം എന്താ? ഞാൻ ഇങ്ങനെ വഴക്ക് പറയും. എന്റെ വീട്ടിൽ പണിക്ക് വരുന്ന സ്ത്രീകളെയും ഞാൻ വഴക്ക് പറയും. എന്തിനാ? കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാ. ഞാൻ ജന്മനാ മാഷാണ്. അബദ്ധത്തിൽ സയന്റിസ്റ്റ് ആയിപ്പോയി, അബദ്ധത്തിൽ പോലീസ് ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയതാ. അതൊരു ട്രെയിനിൽ പോകുമ്പോൾ ടി.ടിനെ വിളിച്ചു വഴക്ക് പറയും. എല്ലാരും പറയും. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മാഷിന്റെ പണിയാണ്. മനസ്സിലായോ? പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അതിന് ഉടനെ എക്സ്ക്യൂസ് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഇത് എന്ന് പറയും. അതുകൊണ്ടാണ് ഇതെന്ന് പറയണ്ട. അത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അതുകൊണ്ടാണ് ഇതെന്ന് പറയരുത്. ആദ്യമായിട്ട് വേണ്ടത് ഡിസിപ്ലിൻ, നമ്പർ 1. 2 പഠിക്കാനുള്ള സന്നദ്ധത. അതിന് വേണ്ടത് എന്താണ്? എല്ലാരും ചൊല്ലിക്കൊള്ളണം. നിങ്ങൾക്ക് നല്ല ബുദ്ധി. കുറച്ച് കഴിയുമ്പോ ചോദിക്കും, അവിടെ കാണണമെങ്കിൽ പിടിച്ച് പുറത്തേക്ക് എറിയാൻ. ഇങ്ങോട്ട് നോക്കുക, വർത്താനം പറയും. കണ്ണിവിടെ ആരാണോ സംസാരിക്കുന്നത് അവിടെ മാത്രം കണ്ടുണ്ടാവും. ഉറക്കെ ചൊല്ലണം. ഞാൻ പറഞ്ഞു നാരായണൻകുട്ടിയെ പാടുക. ഏതാ? പുത്തനൊരായുധമാണു നിനക്ക്. പോരാ, ഉറക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ കേൾക്കണം. പുത്തനൊരായുധമാണു നിനക്ക്, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്തിന ധീരത? ഈ പാടുന്ന എന്തിന ധീരത എന്ന് പറയുന്ന ഒരാൾ ധീരത കാണിച്ചില്ലെങ്കിലോ? ആണോ അല്ലയോ? നിങ്ങൾ ധീരന്മാരാണോ വേണ്ടയോ? ധീരന്മാരുടെ കഴിവെന്താ? എവിടെയെങ്കിലും എന്തെങ്കിലും കാണുമ്പോ ഇഷ്ടം അല്ലെങ്കിൽ ഉടനെ പറയണം. ആണോ അല്ലയോ? ഒരു പൂ കണ്ടാൽ മണം ഉണ്ടോ നോക്കും ഞാൻ. ഇതാരോ ചവിട്ടി പാക്ക് ചെയ്തായിരിക്കും ചിലപ്പോ. ആണോ അല്ലയോ? യെസ് ഓർ നോ? എന്ത് ചെയ്യും നമ്മള്? പൂക്കള്, പുതിയ പൂക്കൾ കിട്ടിയാൽ എന്ത് ചെയ്യും? ലേഡീസ് എന്താ ഈ ആദ്യം? സൗരഭ്യമുള്ള കുസുമം. കുസുമത്തിന്റെ പ്രത്യേകത എന്താണ്? സൗരഭ്യാണ്. സൗരഭ്യമുള്ള കുസുമം കരമേ ലഭിച്ചാൽ. ഗുഡ് ബോയ്, ലവ് യു. ഗുഡ് ബോയ് ഗേളാ? അല്ല, ഇവിടെ കിട്ടുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനി ഹെയർ കട്ടും ഗേൾസിന് അങ്ങനെയാണ് ചിലപ്പോ അല്ലേ? ആർ യു എ ഗേൾ? ഷീ ഈസ് എ ബോയ്. ഹീ ഈസ് എ ഗേൾ. ഞാൻ തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ജെൻഡർ ഉണ്ട്. ആ തേർഡ് ജെൻഡറിന്റെ വേൾഡ് അസോസിയേഷന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറായി. ഓക്കെ, ബംഗ്ലാദേശിലാണ് അവരുടെ യൂണിറ്റ്. അത് അവിടുത്തെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന 12ാം ക്ലാസ്സുകാരിയാണ് അതിന്റെ ചെയർമാൻ. അങ്ങനെ യൂത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ചോദിക്കേണ്ടത് ഹീസ് എ ഗേൾ, ഷീസ് എ ബോയ് എന്ന് ചോദിക്കുന്നത് തമാശയായിട്ട് ചോദിച്ചതല്ല. തേർഡ് ജെൻഡറിന്റെ വേറൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഹീസ് എ ബോയ്. നോ, ഹീസ് എ ഗേൾ, ഷീസ് എ ബോയ്. കൺഫ്യൂഷൻ ആണല്ലോ, അതുകൊണ്ടാണ് ആ ചോദ്യം. ഓക്കെ, അപ്പൊ എന്തിന് ധീരത? എന്താണ് എന്തിന് ധീരത? ഇപ്പോൾ തുടങ്ങണം, എല്ലാം നിങ്ങൾ പഠിക്കണം. എന്തിന് ധീരത? ഇപ്പോൾ തുടങ്ങണം, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ, ആശക്തിയായി മാറിയിടാം. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ.
എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? നിങ്ങളെല്ലാം ഉറക്കെ പറയണം. ഈ എവിടെയൊക്കെ കേൾക്കാൻ പറ്റുമോ അത്രയും ഉറക്കെ പറയണം. എന്താ അറിയോ, നിങ്ങൾക്കൊക്കെ ഇല്ലാത്തൊരു കുഴപ്പം പഠിക്കാനുള്ള സിദ്ധിയാണ്, കഴിവാണ്, താല്പര്യമാണ്. അതിന് വേണ്ട ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഞാൻ BJP ഒക്കെയാന്ന് പറഞ്ഞു. വെറുതെ ജാതി പറയുന്ന ആൾക്കാരെയാണ് എന്ത് പറയാ, വെറുതെ ജാതി പറയാം. അങ്ങനെ BJPയെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ BJP അല്ലാന്ന് ഉറപ്പല്ലേ? ആണോ അല്ലയോ? 2 മന്ത്രം ചൊല്ലിയാൽ അയാൾ എന്തായി? അപ്പൊ ഇപ്പൊ ഈ പാടിയ പാട്ടാരുടെയാന്നറിയോ? മാർക്സിസ്റ്റുകാര്, ഇന്നത്തെ മാർക്സിസ്റ്റുകാർ കേൾക്കാത്ത കാലത്ത് ആ മാർക്സിസ്റ്റുകാരുടെ കൂടെ പാടി നടന്ന ആളാണ്. അപ്പൊ ഞാൻ ആരാ? മാർക്സിസ്റ്റാണ്. പക്ഷെ ഞാൻ KSUവിലാ വർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് പാർട്ടി ഉണ്ടോ? ഞാൻ ലുധിയാനയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ ശർമാജിയാണ് അവിടുത്തെ ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൾ. ഞങ്ങൾ വർത്താനം പറഞ്ഞ അവസാനം പറഞ്ഞത് ഇനി എപ്പോ കാണുമെന്ന് പറയുമ്പോ ഇന്ന ദിവസം മാഷാ അല്ലാ ഇൻഷാ അല്ലാ. അപ്പൊ ഞാൻ മാപ്പിളയാണോ ഹിന്ദു ആണോ? നടുവിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന് പറയുന്നത് ഷറഫാണ്. എന്റെ ബന്ധുക്കളെക്കാൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നത് ബാപ്പനാജിയാണ്. പറയൂ. ഞാൻ ചാവാൻ പോയ സമയത്ത് എന്നെ രക്ഷിച്ചത് ക്രിസ്ത്യാനിയാണ്. 4-ാമത്തെ വയസ്സില് അച്ഛനും ചേച്ചിയും ഞാനും ഒരു ആക്സിഡന്റിൽ പെട്ട് ചാവാൻ പോയപ്പോ എന്നെ രക്ഷപ്പെടുത്തിയത് ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ എനിക്ക് ജീവൻ തന്നതാരാ? ക്രിസ്ത്യാനിയാണ്. ആണോ അല്ലയോ? അപ്പൊ ഞാനേത് ജാതിയാ? ജാതി എന്ന് പറഞ്ഞ അർത്ഥം അറിയാം? എന്ത് ജാതി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഏതോ ഒരാൾ പറഞ്ഞില്ലേ ജാതിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ടുള്ള ആളാരാ? എന്താ പറഞ്ഞ അദ്ദേഹം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അത് കേട്ടെ കണ്ണൂരുള്ള നമ്പ്യാന്മാർ, ഞാൻ നമ്പ്യാരാണ്, അയാളോട് ചോദിച്ചറിയാം ഏത് ജാതിയാ നിങ്ങൾ പറയുന്ന ജാതി? അതേത് ജാതിയാ? നമ്മുടെ അവിടെ തീയന്മാരെന്നല്ല പറയാം. ആണോ അല്ലയോ? ഇപ്പൊ ശ്രീനാരായണ ഗുരുവോട് ചോദിച്ചു, ഞാൻ തീയനല്ല, നിങ്ങൾ പറയുന്ന ജാതി തീയൻ ജാതിയല്ലേ? ഇവിടെ എത്ര തീയന്മാരുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കണക്കൊന്നും എടുക്കാറില്ല. ഓക്കെ. ഇപ്പൊ ശ്രീനാരായണ ഗുരുവോട് എന്ത് ചോദിച്ചു? നിങ്ങൾ പറയുന്ന ജാതി തീയൻ ജാതിയാണോ ചോദിച്ചു. പണ്ട് അങ്ങനെയാണ്, ക്രിസ്ത്യൻ മുസ്ലിമിനെക്കാളും ഒക്കെ കൂടുതൽ അടുപ്പിക്കാത്തതും അകൽത്ത് നിർത്തുന്നതും ഒക്കെ അങ്ങനെ വ്യത്യസ്തമായ ഗ്രൂപ്പായിരുന്നല്ല. ഒരു മുസ്ലിം വന്നിട്ട് ചോദിച്ചു, ഞാൻ തീയനല്ല, നിങ്ങൾ പറയുന്ന ജാതി ഒരു ജാതി ആണെങ്കിൽ ഞാൻ ഒന്നിലും പെടാത്ത ആളല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അപ്പൊ ഈ മാപ്പിളേന്റെ ജാതി എന്താ? ഈ മാപ്പിളന്റെ അല്ല, ഏത് ജാതി? ഒരു ജാതി എന്ന് പറഞ്ഞല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അപ്പൊ ഏത് ജാതി, ഏത് മതം? അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ശ്രീനാരായണ. ഒരു ജാതി എന്നല്ലേ. അത് ഏത് ജാതിയാന്നാ ചോദിച്ചത്? അല്ല. അപ്പൊ പറഞ്ഞത് ഞാൻ എന്താണ്, മുസ്ലിം ആണെന്നല്ലേ നമ്മൾ സാധാരണ പറയാ. പക്ഷെ ഒറിജിനൽ ഇവരുടെ പേരെന്താ അറിയോ? മുഹമ്മദീയർ എന്നാണ്. ഇവരൊക്കെ മുഹമ്മദീയന്മാരാണ്. ആരാണ്? അവരും തീയനല്ലേ? ശ്രീനാരായണ ഗുരുവും തീയൻ, മുഹമ്മദീയനും തീയൻ. ആണോ അല്ലയോ? അപ്പൊ ഒരേ ജാതിയല്ലേ? അപ്പൊ അടുത്ത ക്രിസ്ത്യാനി ചോദിച്ചു, ഞാനോന്ന്? നീ ക്രിസ്ത്യൻ, അയാളും തീയനായോ? അപ്പൊ ഹയർ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ചില നമ്പൂരിമാർ ചോദിച്ചപ്പോ ഞങ്ങളോന്ന് ചോദിച്ചു. നിങ്ങൾ ഭാരതീയര്, അതും തീയന്മാരാ. എല്ലാ ഭാരതീയന്മാരും തീയന്മാരാണ്. പിന്നെ ഏത് ജാതിയാ? ജാതി ചോദിക്കരുത്. ഈ ഇടക്കിടക്കേ തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ഒരു ആത്മീയ പുരുഷനാണ് ശ്രീനാരായണ ഗുരു. അറിയോ അത്? അദ്ദേഹത്തിന്റെ തമിഴ് കവിതകൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. പഴയ SNDP-ക്കാരും വായിച്ചിട്ടുണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡൽഹിയിലൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രഭാഷണം നടത്തിയത് ഞാനാണ്. അത് ജന്മദിനവും ചതയദിനവും എന്നെ ഗസ്റ്റായിട്ട് വിളിക്കും ഒരേ വേദിയിൽ. നല്ലോണം പഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. അദ്ദേഹം തമിഴില് കവിത എഴുതിയാൽ അതിനകത്ത് ഒരു മലയാളം വാക്ക് പോലും പെടില്ല. മലയാളത്തിൽ കവിത എഴുതിയാൽ അതിനകത്ത് ഒരു തമിഴ് വാക്ക് പോലും പെടില്ല. സംസ്കൃതത്തിൽ എഴുതിയാൽ
അതിനകത്ത് തമിഴോ മലയാളമോ പെടില്ല. 3 ഭാഷകളിൽ കവിത എഴുതിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വിദ്വാനായിട്ടുള്ള കവിയാണ് ആര്? പക്ഷെ പലർക്കും അറിയില്ല അത്. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ജാതി കൊണ്ട്, എന്ത് ജാതി? ജാതി തെയ്യ് ചോദിക്കുന്ന ആൾക്കൊക്കെ കൊടുക്കും. അവസാനം ഒറ്റ തെയ്യേ വീട്ടിൽ വെക്കാനുള്ളൂ. അപ്പൊ ആരോ ചോദിച്ച പറഞ്ഞു, ഒരു ജാതി ഇനി എന്ത് ചെയ്യരുത്, അത് ചോദിക്കരുത്, അത് എന്റെ വീട്ടിൽ കൊണ്ടുവെക്കാനാണ്. ജാതി ചോദിക്കരുത്, തരില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഞാനേത് ജാതിയാ? ഇതേപോലെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറെ പ്രഭാഷണങ്ങൾക്ക് തീയന്മാര് വിളിക്കും. കുറെ കഴിഞ്ഞപ്പോഴാണ് ഒരു നായര് കണ്ടുപിടിച്ചത് ഇയാള് നമ്പ്യാരാണ്, ഞങ്ങളുടെ ജാതിയാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അവരെ നേരിൽ ചേർത്തത്, NSS ചേർത്തത്. അതുവരെ അവർ വിചാരിച്ചത് ഞാൻ തീയനാന്ന. കാണുമ്പോ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, എനിക്കറിയില്ല, അവർ കണ്ടിട്ട് തോന്നിയാവും. അതിന് പണ്ട് അന്നത്തെ പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, ചില നായന്മാരിൽ തീയന്മാരും ചില തീയന്മാരിലെ നായന്മാരും ഉണ്ട്. അവസാനം ഞാൻ എവിടെ എത്തി? ആഗോള നായർ സമിതിയുടെ വൈസ് പ്രസിഡന്റായി. തുടങ്ങിയ ആദ്യത്തെ കമ്മിറ്റിയിൽ 2 ആളാണ് അതിന്റെ ബൈലോ ഉണ്ടാക്കണം. അതിലൊന്ന് ആനന്ദബോസ്, ഒന്ന് ഞാൻ. ആനന്ദബോസ് ഇന്നിപ്പം ബംഗാളിലെ ഗവർണറും കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. അതൊക്കെ പൊളിറ്റിക്സ് ആണ്, മമതയുടെ പൊളിറ്റിക്സ്. നിങ്ങൾ ഇടക്കിടക്കെ കാണുന്ന. ഞാൻ പോയാൽ കൽക്കട്ടയിലും ഒക്കെ താമസിക്കുന്നത് ഗവർണേഴ്സ് ബംഗ്ലാവിലാണ്. നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ ഡൽഹി തുടങ്ങിയതാ, 2007 തുടങ്ങിയതാ. അപ്പൊ ആഗോള നായർ സമിതിയുടെ. അപ്പൊ നമുക്ക് പലപ്പോഴും അതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്തുകൊണ്ട് മറ്റേ രാഷ്ട്രീയക്കാർക്ക് നമുക്ക് എതിരല്ല. അവരെല്ലാം ഭക്ഷണം കൂടെ കഴിക്കും, കല്യാണത്തിന് കൂടെ പോകും, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. താഴെക്കടയുള്ളവരാണ് എപ്പോഴും അടിപിടി കൂടും. എന്തുകൊണ്ടാ? അറിവില്ലാത്തതുകൊണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലയില് കുറെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങളുടെ 2 ദിവസം എന്ത് ചെയ്യും, എന്താ നേടേണ്ടത് ഇവിടുന്ന് പോകുമ്പോ എന്ന് പറഞ്ഞാൽ, ഒരു വലിയ മന്ത്രം പഠിച്ചിട്ട് പോകണം. റെഡിയാണോ പഠിക്കാൻ? എത്രയും പറഞ്ഞത് മന്ത്രം പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണെന്നല്ല. എന്റെ ഗുരുക്കന്മാര് ബ്രാഹ്മണന്മാരാണ്. 1000-ലധികം ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തിയത്. അവിടെ തൊഴാനല്ല പോവാ. കാരണം ഭഗവാൻ അവിടെ അല്ല ഇരിക്കുന്നത്, നമ്മുടെയൊക്കെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതാണ് സ്പിരിച്വാലിറ്റി. സോ ഐ എം നോട്ട് എ റിലീജിയസ് മാൻ, ഐ എം എ സ്പിരിച്വൽ മാൻ. ഓക്കെ, ഇതിലൊക്കെ എനർജി ഉണ്ട്. അതുകൊണ്ട് സൗരഭ്യമുള്ള കുസുമം കരമേ ലഭിച്ചാൽ ഭൂരിച്ച ഘാണമതേറ്റു മുടിക്കു ചൂടും ഭൂരിച്ച മട്ടിൽ അതുപോലെ മുന്നം കടിച്ച മാൻ ഫല പച്ച പോലെയെന്ന്. ഇത് നല്ല മണമുള്ള സമയത്ത് എടുത്ത് ചൂടും, വൈകുന്നേരം ഇത് എടുത്ത് കളയുമ്പോൾ മുഖം നോക്കണം ആ സ്ത്രീയുടെ. ആരോ ശവം ഇത് കൊണ്ടച്ച പോലെ തോന്നും അല്ലേ? മുഖമാകെ ആരപ്പിടെ കൊണ്ടച്ചുണ്ട്, എടുത്തൊരു അറിയില്ലേ അല്ലേ? അങ്ങനെ എറിയാത്തൊരു സംഭവം മാത്രമേ ഉള്ളത് വിദ്യാഭ്യാസമാണ്. ഇതാരാ എന്നെ പഠിപ്പിച്ചറിയോ? എന്റെ വീട്ടിന്റെ മുമ്പിലുള്ള കൊല്ലൻ ചന്തൂട്ടി പഠിപ്പിച്ച ശ്ലോകം. ഇപ്പൊ എന്റെ ഗുരുക്കന്മാരാരാന്ന് ചോദിച്ചാൽ, എന്റെ വീട്ടിന് മുമ്പിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ടുള്ള കൊല്ലപ്പണി ചെയ്യുന്ന അയാളുടെ അടുത്തുനിന്നും ഞാൻ ശ്ലോകം പഠിച്ചിട്ടുണ്ട്. അപ്പൊ എവിടുന്ന് പഠിക്കണം? നിങ്ങള് എവിടുന്ന് പഠിക്കണം? ശ്രീനാരായണ ഗുരുവിൽ നിന്ന് മാത്രമാവണമെന്നില്ല. എന്റെ ഗുരുക്കന്മാര് എവിടുന്ന് തുടങ്ങുന്നത്? എവിടുന്നാ നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നതെന്നറിയോ? ശിവനിൽ നിന്നാണെന്നാണ്, ആദിപരാശക്തിയിൽ നിന്നാണ്, ആദ്യമായ അമ്മയിൽ നിന്നാണ്. നിങ്ങളുടെയൊക്കെ ഗുരുക്കന്മാരാരാന്നറിയോ? ഇടക്കിടക്കേ പറയും അയാളാണ് എന്റെ ഗുരു, ഇയാളാണ് എന്റെ ഗുരു എന്നൊക്കെ പറയും. ശരിക്ക് നമ്മളെ ഓരോ വാക്കും പഠിപ്പിച്ചിട്ടുള്ളത് എന്റെ ഏറ്റവും വലിയ ഗുരു. എന്റെ മിക്ക പ്രഭാഷണങ്ങളിലും ഞാൻ എടുത്തു പറയാറുള്ള ഒരാള് എന്റെ അമ്മയാണ്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടികളും എന്റെ അത്ര വികൃതിയായിരുന്നുണ്ടാവില്ല. മഹാവികൃതിയായിരുന്ന എന്നെ ഓരോ തെറ്റ് കാണുമ്പോഴും അമ്മ വിളിച്ച് അടുത്തെത്തിയിട്ട് തലയിൽ കൈവച്ചിട്ട് ഒരു അനുഗ്രഹം പറയും, നാളെ നീ നന്നാവും മോനെ. എന്താ പറയാ? എന്താ അതിനർത്ഥം? ഇന്ന് മോശമെന്നാണ്. പക്ഷെ ഇന്ന് മോശമാണെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ്. ഓക്കെ, നാളെ നന്നാവും എന്ന് പറഞ്ഞാലോ പോസിറ്റീവ്. പക്ഷെ ചിലരൊന്നും പോസിറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല, നെഗറ്റീവ് തന്നെ പറയേണ്ടി വരും. എന്നിട്ടും നന്നായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അല്ലേ? അഗ്രതശ്ചതുരോ വേദ, മുമ്പിൽ വേദം. അതാണ് എല്ലാ ഭഗവാന്മാരും
അനുഗ്രഹം വെച്ചിട്ടുള്ളത്. പൃഷ്ഠശരം ധനുർ. എല്ലാ ദേവീ ദേവന്മാരുടെയും പിന്നിൽ ആയുധമുണ്ട്. ആയുധമില്ലാത്ത ഒറ്റൊരു ദേവന്മാരില്ല. അപ്പൊ പറയേണ്ടടുത്ത് എന്ത് ചെയ്യണം? പറയണം. കൊടുക്കേണ്ടടുത്ത് എന്ത് വേണം? കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ മന്ത്രം? എന്താ മന്ത്രം? എല്ലാരും ആദ്യം ബുക്കിൽ എഴുതേണ്ട മന്ത്രമാണ്. റെഡിയാണോ? ഞാൻ ഇതിന് കാത്തിക്കുക. അതിന് വേണ്ടിയിട്ടാ കുറെ കഥകളൊക്കെ പറഞ്ഞത്. ആ മന്ത്രം പഠിപ്പിക്കാനാ പോണ ആദ്യം. എല്ലാരും എഴുതണം. അതാവണം ആദ്യം എഴുതുന്നത്. റെഡിയാണോ എഴുതാൻ? ആണോ? കേൾക്കില്ല. ആണോ ഒരു പ്രാവശ്യം ചോദിക്കുമ്പോ ഉറക്കെ പറയണം. എങ്ങനെ പറയണം? പോരാ. ആ ഉഷാറായി വരുന്നുണ്ട്. എല്ലാരും പറയണം ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് എഴുതിയാ മതി. ഓക്കെ. ഐ പോരാ. ഡോണ്ട് നോ. എന്താ മന്ത്രം? പഠിക്കാനുള്ള ആദ്യത്തെ മന്ത്രം എന്താണ്? എനിക്കറിയില്ല. എന്ത് ചോദിച്ചാലും പറയണം. എന്ത്? എനിക്കറിയില്ല. മനസ്സിലായോ? ഈ ഓരോ വാക്കും കേൾക്കുമ്പോ എന്ത് പറയണം? ഐ ഡോണ്ട്. അർത്ഥം എനിക്കറിയില്ല. അപ്പൊ അത് അറിവില്ല. ആ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തറിയില്ല. ആദ്യം എഴുതേണ്ടത് എന്താണ്? ഐ ഡോണ്ട് നോ എഴുതുമ്പോൾ ഐ ഡു നോട്ട് നോ. ഡോണ്ട് നോ എന്ന് എഴുതണമെന്നില്ല. ഡോണ്ട് നോ എന്നുള്ള ഷോർട്ട് ഫോം ആണ്. ഐ ഡു നോട്ട് നോ. ഐ ഡു നോട്ട് നോ. ഐ ഡോണ്ട് നോ. ഓക്കെ. എന്നിട്ട് എന്താണ് അടുത്തത്? വാട്ട്. എന്തറിയില്ല. ഇനി എന്തറിയില്ല എന്നാണ് എന്റെ സംഭവം വിചാരിക്കും. എനിക്ക് ഈ സ്ഥലം എത്താനുള്ള വഴി അറിയില്ല. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം എന്തായിരിക്കും? ഹൗ ഡു ഐ റീച്ച്? വേർ. എവിടെയാണെന്ന് ചോദിക്കും അല്ലെ? പിന്നെന്താ ചോദിക്കുക? വാട്ട്. ഇനി ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു ഫ്ലെയർ അടിച്ചാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ആദ്യത്തെ നോട്ടീസ് വന്നപ്പോ ഞാൻ ഏത് നോട്ടീസ് കണ്ടാലും ആദ്യം ചോദിക്കുന്നത് എന്താ അറിയോ? വേർ. എവിടെയാണ്? അപ്പൊ മട്ടന്നൂർ ഉണ്ടോ നോക്കും. പിന്നെ അടുത്ത എന്താ നോക്ക? സ്കൂളിന്റെ പേരുണ്ടോ ലൊക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കി. അപ്പൊ ആദ്യം ചോദിക്കേണ്ട ഒരു നോട്ടീസ് കിട്ടിയാൽ എന്ത് ചോദിക്കണം? വേർ. പിന്നെന്താ ചോദിക്കേണ്ടത്? വെൻ. പിന്നെന്താ ചോദിക്കേണ്ടത്? ഇവിടെ എന്തിനു നിങ്ങൾ വരണം? വൈ. ഓക്കെ. വേർ, വെൻ, വൈ. ഇവിടെ എന്താ നടക്കണേ? വാട്ട്. പിന്നെന്താ ചോദിക്കേണ്ടത്? ഹൗ. വണ്ടർഫുൾ. പിന്നെന്താ ചോദിക്കേണ്ടത്? ഇത് ആരാ വരണേ? ഹൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടേനെ. നിങ്ങൾ ഒരു മെസ്സേജ് അയച്ച് വെൽക്കം ടു മട്ടന്നൂർ എന്നൊരു വാക്ക് എനിക്ക് അയച്ചെങ്കിൽ ഒരു നന്ദിയില്ലാത്ത മനുഷ്യന്മാരുടെ രാജ്യത്തായ വരും. പിന്നെ എനിക്ക് എന്ത് എക്സ്പെക്ടേഷൻ ഉണ്ടാവാൻ? ഞാൻ കരീംനഗറിൽ പോയ സമയത്ത് 2 ദിവസം മുമ്പാ പ്ലാൻ ചെയ്തത്. അയാൾക്ക് എന്റെ കംപ്ലീറ്റ് സിറ്റിയിൽ ഹോർഡിങ്സ് വരുമ്പോഴാണ് ഞാൻ പോണത് അറിയണത്. ജനങ്ങളും സ്കൂളിലെ ആൾക്കാരും. അവരൊന്നും എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ തലേദിവസം പോസ്റ്റ് ചെയ്ത പാകിസ്ഥാനിലെ പർദ്ദ ഇട്ടിട്ടുള്ള ആസ്മ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടിട്ട് അതിന് താഴത്ത് ഐ ആം ഫ്രം കരീംനഗർ എന്നെങ്കിലും എഴുതണം എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി നോക്കുക എത്ര പേര് എഴുതിയിട്ടുണ്ട്. മട്ടന്നൂരിൽ നിന്ന് എത്ര പേര് ഞാൻ മട്ടന്നൂരിൽ നിന്നാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം നോക്കും. എപ്പോഴെങ്കിലും ഒരു ബുദ്ധിജീവി ഇടുന്നുണ്ടാവോ? അപ്പൊ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് താല്പര്യമില്ലാതെ എന്റെ അടുത്ത് ഇരിക്കുന്ന ഒരാൾക്കാരെ, അല്ലെങ്കിൽ അത് കാണാത്ത ഒരാൾക്കാരെ, അതിന് സമയമില്ലാത്ത ഒരാൾക്കാരെ ഞാൻ എങ്ങനെ ഒരു ദിവസം എക്സ്പെക്ട് ചെയ്യും? മനസ്സിലായോ? സോ വൈ ഷുഡ് ഐ കം എന്നാണ് എന്റെ ആദ്യം ഉണ്ടായിരുന്ന ചോദ്യം. അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരേണ്ടതാണ്. 10-ാം തീയതി 16-ാം തീയതി ആദ്യം പ്ലാൻ ചെയ്തു. 16, 17 അത് കഴിഞ്ഞിട്ടത്. ഞാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് ഈ സ്ഥിതി ആണെങ്കിൽ 16-ാം തീയതി വരുമ്പോൾ എന്തായാലും സ്ഥിതി ഉണ്ടാവും.
പോസ്റ്റ്പോൺ ചെയ്ത് ഇങ്ങനെയെങ്കിലും എത്തിച്ചത്. ഇന്നലെ ഒരു കല്യാണമുണ്ട്, മറ്റന്നാൾ ഒരു കല്യാണമുണ്ട്, അതിന്റെ ഇടയിൽ 2 ദിവസം വെറുതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. നാരായണകുട്ടി പറഞ്ഞു 1 ദിവസം വെറുതെ ഇരിക്കില്ലല്ലോ. 1 ദിവസം വെറുതെ ഇരുന്നിട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 1 ദിവസം പോലും വെറുതെ ഇരുന്നിട്ടില്ല. ഇതിലൊക്കെ അറിയാം, 1 മണിക്ക് മെസ്സേജ് അയച്ചാൽ 1 മണിക്ക് റിപ്ലൈ കിട്ടും. 2 മണിക്ക് അമേരിക്കയിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ 2 മണിക്ക് റിപ്ലൈ കിട്ടും. എന്താ കാരണം? 1000 പേര് മെസ്സേജ് അയച്ചാൽ അവർക്ക് അയച്ചില്ലെങ്കിൽ നാളെ അതിനേക്കാളും പണി വരും. ഏക നല്ല സ്റ്റുഡന്റ് ഇയാളാ. ബാഗ് ആണോ അല്ലയോ? ആണോ? എന്നിട്ടോ എന്താ ഗുണുണ്ടായ? ആകെ കമന്റ് ചെയ്യുന്നതും കുറെ വീഡിയോ ഇട്ടിട്ടുള്ളതും ജേഷ്മ മാത്രം. ഓരോരാളെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ കാണുമ്പോ ഇയാളാന്ന് പറയാൻ പറ്റുന്നു. നമ്മൾ മുൻപരിചയം പഴയ ബന്ധമൊന്നുമില്ല, ഉണ്ടാ ഇല്ല. ശരിക്കും വന്നത് ഈ ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല, ഇയാൾക്ക് വേണ്ടിയിട്ടേ അല്ല വരുന്നത്. ഞാൻ ജീഷ്മക്ക് വേണ്ടിയിട്ടാണ്. എന്റെ കുഞ്ഞാ ജീഷ്മ, ഇങ്ങോട്ട് വാ. കമ്മിയർ ആകെ എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഒരാളേ ഉള്ളൂ. ഇത്രയും സമയം ഞാൻ നല്ലോണം വഴക്ക് പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇയാളെ കാണാത്തോണ്ട ഞാൻ വിളിച്ച് ഇയാളും വന്നില്ല. ആണോ അല്ലയോ? ആദ്യം വേണ്ടത് എന്താണ്? ഒരാൾ ചെയ്യുമ്പോ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ? ഓരോ സ്ഥലത്തും നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതാ, ആക്ഷൻ. നിങ്ങൾ ഒരാൾ കൊണ്ടുവന്നിട്ടില്ല കുറെ സാധനങ്ങൾ കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ആകെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. എന്നോട് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആണ്. ഇത് ഭയങ്കര സർപ്രൈസാ. എന്തില്ല? എത്ര പ്രാവശ്യം ഗൈഡ് ചെയ്യുന്നുണ്ട് നോക്ക്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്നോട് എന്താ ചെയ്യേണ്ടതെന്ന്? എന്തുകൊണ്ട് ചോദിച്ചില്ല? നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു എന്തൊക്കെയാ ചെയ്യേണ്ടത്. ഞങ്ങൾ വരുമ്പോ നിങ്ങൾ ഒരാളെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ചോദിക്കില്ല നിങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കേണ്ടത്? ചോദിക്കുമല്ലോ. ഇവിടെ ഉച്ചക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, എവിടുന്നാ മേടിക്കണം, എത്ര ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ വന്നിട്ടില്ല എന്നാ ചെയ്യേണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷറഫിന്ന് കട തുടങ്ങാണ്. ഞാൻ ഒരു കച്ചവടം ഉണ്ടാക്കി കൊടുക്കണ്ടേ ഷറഫിന്? 30 ഭക്ഷണം ഷറഫ് കൊണ്ടുവരുന്നു, ബിരിയാണി ഉച്ചക്കടി എത്തിക്കും. ഞാൻ അതിനു വേണ്ടിയിട്ടാ പറഞ്ഞത്. ഷറഫിന് ബിസിനസ് ഉണ്ടാക്കി കൊടുത്തൂടെ? ആണോ അല്ലയോ? യെസ് ഓർ നോ? ഇന്ന് തുടങ്ങുന്ന കടയില് എന്റെ ഒരു പ്രോഗ്രാമില് 30 ശാപ്പാട് ബിരിയാണി സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ട് മിനിമം പൈസ കൊടുത്തു കഴിഞ്ഞാല് ഹി വിൽ ബി ഹാപ്പി. നോ? യെസ് ഓർ നോ? അത് മറുപടി പറഞ്ഞില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ പറഞ്ഞു ഷറഫ് എന്നോട് നേരിട്ട് ഷറഫിനോട് ചോദിക്കുന്നവര് വരും നാരായണൻകുട്ടിയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്കറിയോ ഒരു കാര്യം? ഷറഫിനോട് ചോദിച്ചോളൂ ഭക്ഷണം കിട്ടുമെന്ന് പറയുമ്പോ ഷറഫിനോട് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് എന്നോട് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ ഷറഫിന് ഇന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പ് എങ്ങനെയാ തോന്നിയത്? ആ തോന്നിക്കുന്ന ഭഗവാൻ എന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാ പറയണേ. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. ഞാൻ ഷറഫിനോട് പറഞ്ഞു നമ്മൾ വരുമ്പോ അല്ലേ, ഇതൊന്നും അറിയാണ്ട ഷറഫ് ഞാൻ പറഞ്ഞത്. ഷറഫ് ഭക്ഷണം കൊണ്ടിരുന്നു. ഷറഫിന്റെ പടി ഭക്ഷണം കൊടുക്കലല്ല. പക്ഷെ ഇന്ന് അയാൾ ഒരു ഹോട്ടൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു വിജിലയോട്. വിജില അത് ഏറ്റെടുത്തില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ട് വേണം. അത് ഷറഫിന്റെ വീട്ടില് എന്റെ അവിടെ ക്യാമ്പ് നടത്തുമ്പോ ഷറഫിന്റെ ഏച്ചി വരും, ഉമ്മ വരും, കംപ്ലീറ്റ് വരും. എന്തുകൊണ്ടാ വരും അറിയാം? ഓരോ ഡബ്ബയായിട്ട് വരും. അതിനകത്ത് ഉന്നക്കായി ഉണ്ടാവും, ഫുൾ ഭക്ഷണമാണ്. നിങ്ങൾ എത്ര പേര് ഭക്ഷണം കൊണ്ടുവന്ന് എനിക്ക് പറ. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തിന്നാൻ കൊണ്ടുവന്നുണ്ടോ? ഒരു സ്നേഹമില്ലാത്ത മനുഷ്യന്മാര്. എന്ത് പഠിക്കണമെന്ന്? ഇത്രയും പ്രായമായിട്ട് പഠിച്ചില്ലെങ്കിൽ പിന്നെ കാലം കുത്തിയിരിക്കുമ്പോഴാ പഠിക്കുക. ഐ ഡോണ്ട് നോ പറയേ. എന്നിട്ട് എന്ത് ചോദിക്കണം? WWWH എത്ര ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ചോദിക്കാം. മനസ്സിലായോ? Got it? ചുറ്റിരിക്കുന്ന കുറേ സാധനങ്ങൾ അതൊക്കെ നോക്കിയിട്ട് കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കും. അതാണ് നിങ്ങളുടെ പണി. എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. എത്ര ചോദ്യം? 101 ചോദ്യം എഴുതണം. 101 വെച്ചാൽ 100 എഴുതിയിട്ട് 101 അല്ല, ഒരു എണ്ണം പറഞ്ഞതാ. അങ്ങനെ സിനിമയുണ്ട് 101 ചോദ്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല സ്റ്റുഡന്റിന് ആദ്യം തന്നെ അവാർഡ് കൊടുക്കണ്ടേ?
വേണോ വേണ്ടയോ? ഓക്കെ, നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അത്രയും തന്നേനെ. നിങ്ങൾ ആരും ആക്റ്റീവ് അപ്പുറത്ത് പോയിട്ട് ഒപ്പിക്ക അല്ലേ? ഒപ്പിക്ക വേണ്ടത് ഇതിലൊന്നും വരില്ല, കാരണം ഞാൻ നിൽക്കുന്ന ഇതാവില്ല. ഓക്കെ, ഹാപ്പി, എൻജോയ്. കുറേ യൂണിവേഴ്സിറ്റികളും കുറെ ഇന്റർനാഷണൽ ഇവിടെ ഇരുന്ന് കേൾക്കണം. അവസാനം ചോദ്യം ചോദിക്കും, പരീക്ഷ എഴുതും. ഓക്കെ, എല്ലാരും കുറെ ചോദ്യം ആ തന്നിരിക്കുന്ന പുസ്തകങ്ങളിൽ നിറയെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉച്ചയാകുമ്പോഴത്തേക്ക് അതിന്റെ ഒക്കെ പടം എടുത്തിട്ട് എനിക്ക് അയക്കണം. എന്തൊക്കെ ചോദിക്കാൻ പറ്റുമോ, എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതാം. ഫൈൻ. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? പറയാൻ പറ്റുമോ? ഓരോ സാധനവും നോക്കിട്ട് ചോദിക്കുന്നത് എവിടുന്നാ കിട്ടുക, എങ്ങനെയാ കിട്ടുക, ആരാ ഉണ്ടാക്കിയത്, ഇതിന് എത്ര കാശുണ്ടാവും? എന്റെയൊക്കെ ക്യാമ്പിന് വരുന്ന കുട്ടികൾ ആദ്യം ചെയ്യാ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വരിക, മിക്കവാറും ഗൾഫിലുള്ള കുട്ടികളാണ് വരിക. അവർക്ക് ആദ്യം പറ്റുന്ന എല്ലാവരും ഒരേ സമയത്ത് വരില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ഒരേ സമയത്താണോ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ പരിപാടി തുടങ്ങുന്നവര് വെറുതെ ഇരുന്നു അല്ലേ? അപ്പൊ കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ടാവും, എറണാകുളത്ത് വരുന്നവരുണ്ടാവും, കാസർഗോഡ് നിന്ന് വരുന്നവരുണ്ടാവും, ദുബായിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നിട്ട് വരുന്നവരുണ്ടാവും. എല്ലാവരും ഒരേ സമയത്തല്ലോ എത്താം. ആകെ 3 കുട്ടികളാണ് ആദ്യം രാവിലെ വന്നാൽ ഉടനെ ആ 3 കുട്ടികളെ നാട് കണ്ടിക്കാൻ പറഞ്ഞേക്കും. ആദ്യത്തെ അസൈൻമെന്റ് എന്താണ്? നാട് കണ്ടിക്കുക. എന്താ പറയാ? എന്റെ ഇളയമ്മയുടെ വീട് പടിഞ്ഞാറാണ്, അവിടെ പോവാം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിച്ചോളാം. കാരണം രാവിലെ എത്ര പേര് വരുന്ന എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന എന്താ? തെണ്ടി തിന്നോളാം. മനസ്സിലായോ? അവര് ദുബായിലാണ്, ഇതുവരെ വീട്ടിന് പുറത്തൊരാളെയും പരിചയപ്പെട്ടിട്ടില്ല. ഇനി പോകുന്ന സമയത്ത് ഒരേ പണിയുണ്ട്. എന്താ പണി അറിയോ? ഓരോരാളോടും കാണുമ്പോ നിങ്ങൾ കൊടുത്തോ ഭാർഗവി അമ്മയുടെ വീട് എവിടെയാന്ന് ചോദിക്കുക. ഓക്കെ, എന്നിട്ട് ആരോടെങ്കിലും നമ്മൾ ചോദ്യം ചോദിച്ചാൽ അയാള് നിങ്ങൾ എവിടുന്ന കുഞ്ഞിന്ന് ചോദിക്കുമല്ലോ നാട്ടിലാകുമ്പോ. അങ്ങനെ ചോദിച്ചു കിട്ടിയാൽ പിന്നെ അയാളെ കുറിച്ചുള്ള എല്ലാ വിവരവും ചോദിക്കാം. മനസ്സിലായോ? അത് ഏതെങ്കിലും ഒരു ഷോപ്പ് പോയി ചോദിക്കുമ്പോ ആ ഷോപ്പുകാരൻ വെറുതെ ഇരിക്കണ്ട, നാട്ടിലധികം കച്ചവടമൊന്നുമില്ലല്ലോ, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ രാവിലെ കടയിൽ തുറന്നിരിക്കുമ്പോ അയാളോട് ചോദിക്കാം, കേശവ മാഷിന്റെ വീട് എവിടെയാണ്? അടുത്ത വേറെ സ്ഥലത്തെ പറഞ്ഞേക്കോ. വരുന്ന ഓരോരാളെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞേക്കും. അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കേണ്ട പണിയില്ലല്ലോ എനിക്ക്. മനസ്സിലാണ്ടോ? അവിടത്തേക്ക് നടന്നെത്തിയപ്പോഴത്തേക്ക് എത്ര പേരോട് ചോദ്യം ചോദിക്കണം? 20 പേരോട് ചോദിക്കണം. ആ 20 പേരുടെയും ബന്ധുക്കളെയും കുടുംബക്കാരെയും കുറിച്ച് കംപ്ലീറ്റ് അറിയണം. അവരെവിടെയാ ജോലി ചെയ്യുന്നതെന്ന് അറിയണം. എല്ലാരും പറയും. എനിക്കറിയില്ല മട്ടന്നൂരുകാരെ കുറിച്ച്. ഓക്കെ, ഒരു പലചരക്കടക്കാരനെങ്കിൽ അവരോട് ചോദിക്കുക അരിക്ക് എത്ര വില, പഞ്ചസാരക്ക് എത്ര വില, ഉപ്പിന് എത്ര വില, എല്ലാം ചോദിക്കുക. അവരോട് പറയാം ഞാൻ മേടിക്കാനല്ല ചോദിക്കുന്നത്, എന്തിനു വേണ്ടിട്ടാ? ഐ ഡോണ്ട് നോ. അരിയുടെ വില ഐ ഡോണ്ട് നോ. പക്ഷെ ഇത് ചോദിച്ചു കഴിയുമ്പോ അവരെ അറിയില്ലയോ? കുറെ വെറൈറ്റി അരി കാണും. ദുബായിലുള്ളവരൊന്നും ജീവിതത്തിൽ ഒരു കടയിൽ പോയിട്ട് ഇതിന്റെ വില ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഉച്ചയാകുമ്പോഴത്തേക്ക് വരണ്ട, എപ്പോ വന്നാ മതി? വൈകുന്നേരം ആകുമ്പോ വന്നാ മതിയോ? അപ്പൊ ഒരു ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞു. എന്താ ഒരു ദിവസത്തെ ക്യാമ്പ്? തെണ്ടുക. എന്തിനാ തെണ്ടണേ? അറിവിന് വേണ്ടി തെണ്ടുക. നിങ്ങൾ നോക്കണം, ജ്ഞാനം ഡോക്ടർ TPS നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും നോക്കിയിട്ടുണ്ടാവില്ല. കുറേ കുട്ടികളെ കാണാം. ഓക്കെ, പോകുന്ന സമയത്ത് പോലീസിന്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു പട്ടം ഉണ്ടാവും, ജ്ഞാനം എന്ന് പറഞ്ഞിട്ടൊരു ബെൽറ്റ് കിട്ടും. അപ്പൊ അറിയാം. അങ്ങനെയാണ് അഡ്വർടൈസ് ചെയ്യുക. ഞാൻ ക്യാമ്പ് തുടങ്ങിയത് നാട്ടുകാർ അറിയുന്നത് അഡ്വർടൈസ്മെന്റും കൂടിയാണിത്. അവരെല്ലായിടത്തും നടക്കുമ്പോ എല്ലാരും അറിയല്ലോ ഡോക്ടർ TPS നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയും. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറെ ആൾ പലഹാരം കൊണ്ടുവരും. മനസ്സിലായോ? അപ്പൊ പോകുന്ന സമയത്ത് ഒരു ദിവസം പോലീസുകാരനെ കണ്ടു. വണ്ടി നിർത്തിയിട്ടുണ്ട്. പോലീസുകാർ ജീപ്പ് നിർത്തല്ലോ. അത് നിങ്ങൾ എവിടെയാ പോണ്? പോലീസുകാരോടാ ചോദിക്കണേ, നിങ്ങൾ എന്താ ചെയ്യണേ? അങ്ങനെ അവരെടുത്ത് സെൽഫി ഒക്കെ എടുത്തിട്ടിടും. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് കുറെ പിക്ചർ വരും.
മനസ്സിലാവുന്നുണ്ടോ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എവിടെ വേണമെങ്കിലും കയറി പോവാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവര് മാക്സിമം എന്താ പറയാ, ഗെറ്റ് ഔട്ട് പറയും, അത്രല്ലേ ഉള്ളൂ. എന്നാ ശരി, താങ്ക് യു, അയാളുടെ പേരും കൂടി ചോദിക്കാം. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പോയി കണ്ടോളാന്ന് പറയും, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ നാട്ടിലുള്ള എല്ലാരും അറിയും. അല്ലെങ്കിൽ ഞാൻ പോയതോ ക്യാമ്പ് നടത്തിയതോ വേറെ എങ്ങനെയല്ല അറിയാം. എങ്ങനെ അറിയാം? ഈ പിള്ളേര് പോയിട്ട് എല്ലായിടത്തും പറയും. വൈകുന്നേരം ആകുമ്പോ എന്നെ പഠിപ്പിച്ച എന്റെ 9ാം ക്ലാസ്സിലെ മാഷ് വരും. മാഷോട് പറയും നിങ്ങൾ പഠിപ്പിച്ചോളാം. അപ്പൊ നമ്മൾ ഫ്രീ ആയോ? അത് കഴിഞ്ഞപ്പോ സയൻസ് മാഷ് വരും, അയാളോട് പറയും നിങ്ങൾ കുറച്ച് സയൻസ് പഠിപ്പിക്കും. അപ്പൊ എന്നെ പഠിപ്പിച്ച മാഷന്മാരാണ് എന്റെ കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അവര് 10-74 വയസ്സ് 75 വയസ്സൊക്കെ ആയി. ഇന്നലെ എന്റെ ടീച്ചറെ കാണാൻ പോയി ഞാൻ കണ്ണൂര്. എന്നൊരു കല്യാണത്തിന് പോയതാ. എന്നെ 40 വർഷം മുമ്പ് പഠിപ്പിച്ച ടീച്ചറുടെ വീട്ടിൽ പോയി. മനസ്സിലാവുണ്ടോ? നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവസാനം നിങ്ങൾക്ക് എത്ര A+ കിട്ടി എന്നുള്ളതല്ല. എന്താവണം? എത്ര അറിവ് കിട്ടി എന്നുള്ളത്. എപ്പോഴാ മഹാത്മാഗാന്ധി ജനിച്ചത്? ഏത് വർഷം? നിങ്ങൾക്ക് മഹാത്മാഗാന്ധിന്റെ കോട്ടെ നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ അറിയോ? അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് ദ നേഷൻ അല്ലേ? ഇങ്ങോട്ട് വാ. ഒരാളെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവരെ ഞാൻ എവിടെ എത്തിക്കും? എവിടെയെങ്കിലൊക്കെ എത്തിക്കും. മനസ്സിലായോ? ഒരാളെ കിട്ടിയാൽ മതി. പക്ഷെ ഇതൊക്കെ അറിയണം. എന്തറിയണം? എപ്പോഴാണ് മഹാത്മാഗാന്ധി ജനിച്ചത്? ഒക്ടോബർ 2 എല്ലാവർക്കും അറിയാം. അറിയാമല്ലോ? എന്റെ ജന്മദിനവും ഒക്ടോബർ 2. ഓക്കെ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അയാള് ജനിച്ച് 95 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്. ഇങ്ങനെ പഠിച്ച അയാളുടെ ജന്മദിനം ഞാൻ ബൈഹാർട്ട് പഠിക്കണോ വേണ്ടോ? മനസ്സിലായോ എങ്ങനെ പഠിക്കാന്ന്? 1964 ഞാൻ ജനിച്ചത്. ഇന്നലെ ആയിരുന്നു എന്റെ ബർത്ത്ഡേ. ഇന്നലെ എങ്ങനെ ഒക്ടോബർ 2 ഒന്ന് ഒഫീഷ്യല്, മറ്റേത് ആക്ച്വല്. പണ്ട് ഞങ്ങളെയൊക്കെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് മാഷാണ് ജന്മദിനം എഴുതുക. ഓക്കെ, ജൂൺ 1 ചേർക്കണമെങ്കിൽ മെയ് 30 31 ജനിക്കണ്ടേ? അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ജന്മദിനം എപ്പോഴാ? മെയ് 30 31. മനസ്സിലായോ? ഈ ലോകത്തിലെ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് റിസർച്ച് നടന്നാൽ വിചാരിക്കും നടുവിൽ എല്ലാരും പ്രസവിക്കുന്നത് മെയ് 30 ഇങ്ങനൊരു പ്രസവം നടക്കുവോ? മനസ്സിലായോ? അപ്പൊ ഗാന്ധി ജനിച്ചപ്പോഴാ? ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു 1964 95 വർഷം മുമ്പാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആരും എഴുതണില്ല. നീ എഴുതണം ഞാൻ പറയുമ്പോ. അപ്പപ്പ എഴുതിക്കോളണം, അല്ലെങ്കിൽ മറന്നുപോകും. ഈ പറയുന്ന വാക്കുകളൊക്കെ അപ്പപ്പ എഴുതുക. അങ്ങനെയാണ് അറിയാം. എങ്ങനെയാ അറിവ് നേടുകയെന്നാ ഞാൻ പഠിപ്പിക്കണേ. ആണോ അല്ലയോ? ആണോ അല്ലയോ? മഹാത്മാഗാന്ധി 1964 ഒക്ടോബർ 2 ഞാൻ. മഹാത്മാഗാന്ധി 95 വർഷം മുമ്പാണ്. 95 വർഷം മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം 100 മൈനസ് ചെയ്യാം. അപ്പൊ എത്രയായി? 1964. ഞാൻ 95 പകരം 100 ആണ് മൈനസ് ചെയ്തത്. അപ്പൊ 5 കൂട്ടുക, 1969. എത്ര എളുപ്പം നോക്കൂ മാത്തമാറ്റിക്സ്. എഴുതണില്ല, എഴുതടി. Got it? 1869 ഒക്ടോബർ 2. ഇനി മറക്കോ ജീവിതത്തിൽ? ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടില്ല. സാമൂഹ്യ പാഠത്തിൽ നിങ്ങൾ പഠിച്ചെങ്ങനെയാ? ബൈഹാർട്ട് പഠിപ്പിച്ചു, മറന്നു. പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോ. പക്ഷെ എന്തായി മാറിയില്ല? ബിസിനസ്, ആക്ഷൻ, സ്കിൽ, നോളജ്. നോളജ് ഇല്ല, എന്തുണ്ട്? അറിവുണ്ട്. കുറെ വ്യത്യാസമുണ്ട് ഇതൊക്കെ തമ്മിൽ. ഇനി ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാ? എഴുത് പോർബന്ദർ. എന്നിട്ടത് കട്ട് ചെയ്യും. ഇതെല്ലാം തെറ്റാ. മോഹൻദാസ് കരംചന്ദ് ജനിച്ചത് പോർബന്ദറില് 1969 ഒക്ടോബർ 2. ആ സമയത്ത് അയാൾ ഗാന്ധി ആയിരുന്നില്ല. ആണോ? പിന്നെയാണ് അയാളെ ഗാന്ധിയാക്കിയത്. പക്ഷെ ഞാൻ ചോദിച്ചത് മഹാത്മാഗാന്ധിയാണ്. അയാൾ മഹാത്മയായിരുന്നോ ജനിക്കുമ്പോ? അപ്പൊ മഹാത്മാഗാന്ധി ജനിച്ചത് എപ്പോഴാ?
എപ്പോഴാ അയാളെ മഹാത്മയായതെന്നാണ് ചോദ്യന്റെ. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ആരെയാ? ആ കുഞ്ഞി പയ്യന്റെ കാര്യ, ജനിച്ചു വീണ കുഞ്ഞിന്റെ. അമ്മയുടെ വേർന്ന് പുറത്തു വരുമ്പോ തന്നെ മഹാത്മയായിട്ടാണോ വന്നത്? ആ, അപ്പൊ നിങ്ങളുടെ ഉത്തരം തെറ്റല്ലേ? പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്തെഴുതണം? ഇത് എഴുതണം. അപ്പൊ മാർക്ക് കിട്ടും. പക്ഷെ എന്തല്ല നിങ്ങൾക്കുള്ളത്? വിവരമല്ല, വിസ്ഡമല്ല, അറിവല്ല, നോളജ് അല്ല. അതറിയണമെങ്കിൽ എന്തറിയണം? മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം അറിയണം. ആരാണ് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത്? അറിയുന്ന പേരൊക്കെ പറയും. എല്ലാരും ഒന്ന് കൈപൊക്കിയ, എന്നിട്ട് തലയിലൊക്കെ. എന്റെ ജന്മം തൊലഞ്ഞു പോയല്ല ഭഗവാൻ, എന്നെ ഒന്നിനും കൊള്ളാത്ത, വിവരമില്ലാത്ത തോന്നില്ല നിങ്ങൾക്ക്? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചോ? ഐ ഡോണ്ട് നോ പറയേ, പറഞ്ഞോണ്ട് കുറക്കെ പറയേ. എപ്പോഴാ മഹാത്മാഗാന്ധി ആയത്? മഹാത്മായത് എപ്പോഴാന്ന ചോദ്യന്റെ? ആ, എവിടെ എന്റെ കുഞ്ഞ്? എവിടെ എന്റെ കുഞ്ഞ്? ആരാ പറഞ്ഞത്? ലവ് യു. എന്ത് ചോദിച്ചാലും എന്ത് പറയണം? ഇപ്പൊ സമയത്രേ നോക്ക്, എന്നിട്ട് പറയും. തെറ്റാണത്. നിങ്ങൾ നോക്കുന്ന സമയമാണ് നിങ്ങൾ പറഞ്ഞത്. നോക്കുന്ന സമയം മുതൽ പറയുന്നത് വരെ ഒരു സെക്കൻഡ് പോയി. നിങ്ങൾ മിനിറ്റിനാ പറയണത്, ഞാൻ സെക്കൻഡിലാ ചോദിക്കണത്. സമയം സെക്കൻഡിലാണ് പറയേണ്ടത്, മിനിറ്റിലല്ല. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഇപ്പോഴത്തെ സമയം? പറ്റില്ല. ഞാൻ ചോദിച്ച സമയമാണ് നിങ്ങൾ പറയേണ്ടത്, ആണോ അല്ലയോ? ഞാൻ ചോദിച്ചെന്താ? ഇപ്പൊ സമയത്രേന്നോ? നിങ്ങൾ പറയുന്നത് എന്താ? നോക്കിയ സമയം. ആ പറയുന്ന സമയവും നോക്കിയ മനസ്സിലാവുണ്ടോ? ഇതിനെയാണ് എന്ത് പറയാ? വിവരം. അങ്ങനെയാണ് സയന്റിസ്റ്റ് ആവോ? സയന്റിസ്റ്റ് ആവണോ? എന്ത് ചെയ്യണം? ഇങ്ങനെ ചോദിക്കണം. അപ്പൊ എപ്പോഴാ മഹാത്മായത്? ആരാ മഹാത്മാന്ന് വിളിച്ചതെന്നറിയോ? എന്തുകൊണ്ടാ വിളിച്ചതെന്നറിയോ? വൈ, വാട്ട്, വെൻ, വേർ, ഹൗ. അദ്ദേഹം ടാഗോറിനെ കാണാൻ പോയി. ടാഗോർ എന്ന് പറയുന്നത് അറിവിന്റെ ഒരു ഭണ്ഡാരമാണ്. നോബൽ സമ്മാനം കിട്ടിയ ലിറ്ററേച്ചറിലെ ഏക വ്യക്തി ആണോ ഭാരതത്തില്? അദ്ദേഹത്തെ വിളിച്ചതാണ് ഗുരുദേവ്. എന്താ വിളിച്ചത്? അപ്പൊ ഗുരുദേവ് തിരിച്ചു വിളിച്ചതാണ് മഹാത്മാ. അപ്പൊ ഏത് കൊല്ലാണെന്ന് ചോദിച്ചാൽ ഗുരുദേവ് മഹാത്മാ മീറ്റ് ചെയ്ത വർഷം നിങ്ങൾ കണ്ടുപിടിച്ചോ? ഗൂഗിൾ ചെയ്യണം. എന്ത് വേണമെങ്കിലും ഗൂഗിൾ ചെയ്യാലോ. അപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഞാൻ തരില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞ. ഇനി അതുമല്ല, എങ്ങനെയാണ് മഹാത്മാഗാന്ധിക്ക് ടാഗോറിനെ പോയി കാണാനും കേരളത്തിൽ വന്ന് നാരായണ ഗുരുവിനെ കാണാനും, നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ടാഗോർ നാരായണ ഗുരുവിനെ കാണാൻ വന്നു? ആലോചിച്ചൊക്കെ, അന്ന് കൽക്കട്ടന്ന് കേരളത്തിലെ നാരായണ ഗുരുവിനെ കാണാൻ വന്നിട്ടുള്ള വ്യക്തികളുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. നാരായണ ഈ ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്ന സ്വഭാവം നിർത്താം. യെസ്, നോ എന്ന് പറയാവോ? എന്ന് പറയരുത് കേട്ടോ. ഡോണ്ട് ഡു ദാറ്റ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയോ? പിന്നെയും നിന്ന് കൈ ഇങ്ങനെ വെക്കെ, കുറച്ച് പിന്നോട്ടെടുക്ക്, ഫാസ്റ്റ് ആയിട്ട് മുഖത്തോണ്ട ഒച്ച കേൾക്കണം. ആ ഒന്ന് കേട്ടാ ഉടനെ ഈ ഒച്ചയും കൂടി കേൾക്കണം. അതല്ലെങ്കിൽ ഞാൻ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഭാഗം 4 വിരല് ടപ്പ് എന്ന് പറഞ്ഞ പതി. റെഡിയാണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ചെയ്തോ. അങ്ങനെ പറയോ? ഗുഡ്, വണ്ടർഫുൾ. സ്വഭാവം മാറണം. എന്ത് മാറണം? എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം. സ്വ എന്ന് പറഞ്ഞാൽ സ്വന്തം. സ്വന്തം ഭാവം മാറുക. എന്നിട്ട് പുതിയ ഭാവത്തിലേക്ക് മാറണം. നിങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവണം. വേണോ വേണ്ടിയോ? എന്റെ മക്കളാ ആണോ? 49 വയസ്സാണ് ഏറ്റവും മൂത്ത ആള് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആരാത്? 49, 48. അപ്പൊ അതിനേക്കാളും കുറവാണ് ബാക്കിയുള്ളത്. അവര് വന്നിട്ടുമില്ല. എവിടെ? അവര് വയസ്സേ മറന്നോ? മാറ്റി എഴുതിയതാ? എന്ത് മെൻഡറായ എന്താ? മെൻഡറും മണ്ടറൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ.
ഇതാ നടക്കുക സാധാരണ. ഞാൻ ഒരു സ്കൂളിലും ആനുവൽ ഡേന് ഗസ്റ്റ് ആയിട്ട് പോകില്ല. ഇവിടെ വിളിച്ച ശങ്കരയിൽ ആനുവൽ ഡേ ആണ്. കാരണം എന്താ അറിയോ, സ്റ്റേജിൽ വന്നിട്ട് പ്രോഗ്രാം നടത്തുന്ന എല്ലാ നല്ല പിള്ളേരും ശ്രദ്ധിക്കില്ല, അവരുടെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കില്ല. ഏറ്റവും മണ്ടന്മാരായിട്ട് യൂസ്ലെസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെ ഇട്ടു. എന്നിട്ട് നമ്മള് 1 മണിക്കൂർ പ്രഭാഷണം, എന്തിനാ അതുവരെ സമയം കൊല്ലാൻ. ഒരു സ്ഥലത്തും നമ്മൾ പോവാറില്ല. ആകെ പോണതിന് വേണ്ടിട്ടാ പഠിപ്പിക്കാൻ, അതിന് മാത്രമേ പോവാറുള്ളൂ. ശങ്കരയിൽ വിളിച്ചത് ആനുവൽ ഡേ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേ, അതിനൊന്നും വിളിക്കരുത്. ഒരു ദിവസത്തെ ക്ലാസ് വേണമെങ്കിൽ ഞാൻ വരാം. കാരണം ഞാൻ വന്നാൽ എന്റേത് കേട്ടിട്ട് പോകുന്ന സമയത്ത് അത് ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ഈ ക്ലാസ്സിൽ എല്ലാവരും മാറ്റാനൊന്നും എനിക്ക് ഗ്യാരണ്ടി ഇല്ല. പക്ഷെ 1, 2, 3 പേര് അതുണ്ടെങ്കിൽ 400 കുട്ടികളില് 2005 ക്ലാസ് എടുത്തിട്ടുള്ള കുട്ടി, ഒരു കുട്ടി ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചു കഴിഞ്ഞു. നല്ല പോലെ പഠിക്കണം. എന്തിനാ പഠിക്കണത്? A+ കിട്ടാനല്ല. ഞാൻ A+ കിട്ടാത്ത ആളാ. ഇവിടെ ഏതോ സ്കൂളിൽ നിന്നാ പറഞ്ഞത്. അത് പണ്ടത്തെ ഏതോ ഒരു ബയോഡാറ്റ എഴുതുന്ന കൊടുത്ത് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ല എഴുത്തില്ലേ, അല്ലെങ്കിൽ എന്റെ പിള്ളേരോട് പറഞ്ഞാൽ അവരെ എഴുത്തില്ലേ, ഇതിനേക്കാൾ നല്ലത്. ടാഗോർ വിദ്യാനികേതൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല സ്കൂളായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് നിങ്ങളിപ്പോ പറഞ്ഞപ്പോ ഞാൻ വന്ന പരിചയപ്പെട്ട 2-3 പേര് മട്ടന്നൂർ പറഞ്ഞ ഉടനെ പ്രൊഫസർ TP രവീന്ദ്രൻ മട്ടന്നൂർ കോളേജിലെ പ്രൊഫസറാണ്. കാലടി സർവകലാശാലയിൽ രജിസ്ട്രാറായി. ഞാൻ അനിയത്തിമാരുടെ മക്കളാണ്. ഞാനും രവിയും ശശിയും ഒരു പേർ പോലെയാണ്. 1987 കുറെ പേര് എൻട്രൻസ് എഴുതിയിട്ടാണ് ടാഗോറിൽ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടുക. 27 കുട്ടികളെ സെലക്ട് ചെയ്തതിൽ ഞാനും ഉണ്ട്, രവിയും. ഒരാൾക്കാ കിട്ടിയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെട്ടേ. എന്തായാലും അവനെ കിട്ടും, എനിക്ക് കിട്ടില്ല. കാരണം അവനാണ് നല്ല സ്റ്റുഡന്റ്, ഞാൻ മോശം സ്റ്റുഡന്റ്. ഭാഗ്യത്തിന് എനിക്കും കിട്ടി. അല്ലെങ്കിൽ എന്റെ നാണക്കേട് ആലോചിച്ചു. ഒരേപോലെ പഠിച്ച 2 കസിൻ, ഒരാൾക്ക് കിട്ടി എൻട്രൻസ് എഴുതി, എനിക്ക് കിട്ടിയില്ലെങ്കിലോ വിഷമാവില്ലേ? പക്ഷെ അവിടെ പോയി ചേർന്നു. 27 കുട്ടികളെ ഒരിക്കലും വിടാതെ ഞാൻ സ്ഥിരമായി പിടിച്ചു നിർത്തിയ എന്റെ റാങ്ക് 27ാമത്തെ റാങ്ക്. ഒരാൾക്കും കോമ്പീറ്റ് ചെയ്ത് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. രവിക്ക് എപ്പോഴും 4ഉം 5ഉം ഒക്കെയാണ്. അവിടെ 4, 5 റാങ്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ വലിയ പഠിപ്പ. അല്ലേ? അവിടുത്തെ ഏറ്റവും വികൃതിയായ സ്റ്റുഡന്റ് ആയതുകൊണ്ട് 8ാം ക്ലാസ്സില് ഹെഡ് മാഷ് വിളിച്ചിട്ട് കവർ തന്നു. ഞാൻ വിചാരിച്ചത് ലവ് ലെറ്റർ കണ്ട. ഹെഡ് മാഷാണ്, മിസ്റ്റർ സാൽ. തുറന്നു നോക്കുമ്പോ TC, ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്കൂൾ. അപ്പൊ ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. അവിടെ ബോർഡുണ്ട് ടാഗോറിൽ. അവിടെ മുകളിൽ ബോർഡുണ്ട്, 27 പിള്ളേരുടെ പേരാണ്. നമ്പർ ഓഫ് അഡ്മിഷൻ 27, പാസ്റ്റ് 27, ഫസ്റ്റ് ക്ലാസ് 27 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാ ബോർഡ്. എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സാ. പക്ഷെ ഒരു കൊല്ലം മാത്രം നിങ്ങൾക്ക് കാണാം 26. അത് ഞാനാ കാരണം. സ്കൂളിന്റെ ബോർഡ് മാറ്റിയാളാണ്. കാരണം ആ കൊല്ലം എനിക്ക് കിട്ടിയില്ല, എന്നെ പുറത്താക്കി. ഞാൻ നടുവിൽ വന്നു. പക്ഷെ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു 2005 ഞാൻ അവിടെ ചീഫ് ഗസ്റ്റ് ആയി പോയി A+ കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ. മനസ്സിലായോ? അന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ നല്ലൊരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. കുറെ അധികം എഴുതിയിട്ട് തന്നെ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ അന്ന് എഴുതണ്ട, കാരണം മോശമാണ്. കാരണം അവിടുത്തെ ഹെഡ്മാസ്റ്ററിന്റെ ക്ലാസ്മേറ്റ് ആണ്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അവനറിയില്ല ഞാൻ അവിടെ പഠിച്ചതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു പയ്യൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിപ്പോയി. ഓൾ ഇന്ത്യ റേഡിയോയിലെ ടെസ്റ്റ്. ഞാൻ അടുത്ത കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുന്നത് ഓൾ ഇന്ത്യ റേഡിയോ ടോക്ക് കഴിഞ്ഞിട്ടാണ്, സാമൂഹ്യ പാഠം. ഓൾ ഇന്ത്യ റേഡിയോയില് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. അവർ എൻപാനലി സൗണ്ട് കറക്റ്റ് ആണ്. നമ്മളൊരു ഇന്റർവ്യൂ കൊടുത്താൽ ഇപ്പൊ അവർ രജിസ്റ്റർ ചെയ്യും. ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പറഞ്ഞാൽ ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരെ എടുത്തോളും. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പോയി ഇന്റർവ്യൂ കൊടുത്ത് സൗണ്ട് ടെസ്റ്റ് ഒക്കെ നോക്കി ഒരു പയ്യനെ പുറത്താക്കിയോ. കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. എന്ത് കൊള്ളില്ല? സൗണ്ട് കൊള്ളില്ല, പാടാൻ അറിയില്ല, ഇമ്പമില്ല, ജ്ഞാനമില്ല, ഉച്ചാരണ ശുദ്ധി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുറത്താക്കിയത്. അയാൾ അത് കഴിഞ്ഞ് സംഗീത അക്കാഡമിയില് സ്റ്റുഡന്റ് ആവാൻ വേണ്ടി വീട്ടില് കാശില്ലാത്തതുകൊണ്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. അതും കിട്ടിയില്ല. 6 കൊല്ലം കഴിയുമ്പോ, 6 or 7 കൊല്ലം കഴിയുമ്പോ അദ്ദേഹത്തിന് അതേ സംഗീത അക്കാദമിയുടെ ചെയർമാൻ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് കത്തുപോയി അയാൾക്ക്. ഒരു 8 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോ അയാൾക്ക് അന്നത്തെ ഏറ്റവും നല്ല എയർക്രാഫ്റ്റ് ആയിരുന്ന, ഏതാ ഏറ്റവും നല്ല എയർക്രാഫ്റ്റ്? എയർ ഇന്ത്യ എന്ന് കത്ത് വന്നു. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ
എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞു. ആരാന്നറിയാം ആളുടെ പേര്? യേശുദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആദ്യം സൗണ്ട് മോശമെന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ റേഡിയോ പുറത്താക്കിയ ആ വ്യക്തിയുടെ പാട്ട് കേട്ടിട്ടേ ഭഗവാന്മാർ ഉറങ്ങാറുള്ളൂ. ആണോ അല്ലയോ? അപ്പൊ ഞാൻ ഇപ്പൊ മോശമായത് കൊണ്ട് നാളെ നന്നാവില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെയും മൂന്നാണ്, ഒച്ച കേട്ടില്ല, അടുത്തിരിക്കുന്ന ആൾക്ക് അടിക്കാം. ഞാൻ റൂള് മാറ്റും. അവനവൻ അടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടിയ ചാൻസ് ആണ്, പിന്നെ കിട്ടൂല. മനസ്സിലായോ? അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യണം? വേണമെങ്കിൽ മാറാൻ ഒരുമ്പെടണം, ആരംഭം കുറിക്കണം, തയ്യാറാവണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാൻ. പറയാനുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, നല്ല പോലെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. എന്ത് വേണം? പ്രസൻസ് ഓഫ് മൈൻഡ്. എവിടെ, എന്ത്, എപ്പോ, എങ്ങനെ ചെയ്യണമെന്നറിയുന്ന അറിവിനെയാണ് എന്ത് പറയാ? അറിവുണ്ടായിട്ട് കാര്യമില്ല. പ്രസൻസ് ഓഫ് മൈൻഡും കൂടി ഉണ്ടാവുമ്പോ അത് ആക്ഷനിൽ വരണം. ഓക്കെ, കുറെ അറിവുണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കുന്നില്ല. വല്ല കാര്യമുണ്ടോ? ആരാ പറഞ്ഞത്? അട്ടി അട്ടി അട്ടി, സ്വന്തം അടി. മാറണം, ആ സ്വഭാവം മാറണം, അല്ലെങ്കിൽ നിങ്ങൾ നന്നാവില്ല. എന്ത് പറ്റുന്നറിയോ? വലിയ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ ഇരുന്ന് ചോദ്യങ്ങൾ. പിന്നെ എങ്ങനെ നമ്മൾ ആലോചിച്ച് വെക്കാം, നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കാം. ആ പ്രൈം മിനിസ്റ്ററുടെ സ്വഭാവം എന്തെങ്കിലും ചോദിക്കുമ്പോ പ്രൈം മിനിസ്റ്റർക്ക് ഇവന്റെ സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ നാളെ ടി വിയിൽ ഇതന്നെയല്ലേ കാണാം. ആണോ അല്ലയോ? ഈ പ്രായത്തിൽ മാറിയില്ലെങ്കിൽ എപ്പോഴാ മാറുക? ഇതാണ് അനങ്ങരുത്. ബാക്ക് ബോൺ സ്ട്രേറ്റ്. ഇപ്പൊ പറയുമ്പോ എല്ലാരും ബാക്ക് ബോൺ സ്ട്രേറ്റ് ആക്കി. എന്താ കാരണം? നിങ്ങളുടെ ബാക്ക് ബോൺ സ്ട്രേറ്റ് ആയിരുന്നില്ല. നിങ്ങൾ എങ്ങനെ ഇരിക്കാം? എന്തിനാ അങ്ങനെ? ഷോൾഡർ അപ്പ്. എപ്പോഴും നടക്കുന്ന സമയത്തും ഈ രവിയുടെ ബ്രദർ ഉണ്ട്, എങ്ങനെ നടക്കാൻ അറിയോ? അച്യുതാനന്ദൻ നടക്കുന്നവരാ, ഷോൾഡർ അപ്പാണ്. അങ്ങനെ എന്താ ഗുണം അറിയോ? ഡൽഹി വരില്ല. ആ, നിങ്ങൾ തന്നെ ഒന്ന് നിന്നിട്ട് ഷോൾഡർ അപ്പ് ഒന്ന് ആക്കി നോക്കിയട്ടെ, ബെല്ലി ഉള്ളിലേക്ക് പോകും. എനിക്കല്ല ഇപ്പോഴേ ഉള്ളൂ ഇങ്ങനെ. ഒന്ന് പെറ്റി കഴിഞ്ഞാൽ ഇങ്ങനെയാവും അവസാനം, ഗണപതിനെ പോലെ. ഹൊറിസോണ്ടൽ ഗ്രോത്ത് ആണ്, രണ്ട് ഭാഗത്തേക്കും വളരും. അങ്ങനെ ആവാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? നടക്കുമ്പോ എങ്ങനെ നടക്കണം? ഷോൾഡർ അപ്പ്. ഇന്ന് മുതൽ അങ്ങനെ നടക്കാവൂ. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും, എല്ലാം എന്റെ താഴെയാണ്. മനസ്സിലാകണ്ടോ? അതുകൊണ്ട് അച്യുതാനന്ദൻ ഇപ്പോഴും അസുഖമില്ലാണ്ട് കിടക്കണേ, പയറ് പോലെ. ആണോ അല്ലയോ? എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാ മനുഷ്യൻ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പോഴോ എല്ലാരും ചത്താലും. കരുണാകരനെ കണ്ടിട്ടുണ്ടോ? കരുണാകരനൊക്കെ പണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താ? ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് എന്റെ മക്കളെ ചത്തുകാരാ ആരാ എന്റെ ശവടപ്പ് നടത്താം. എന്താ പ്രാർത്ഥിക്കുന്നത്? മക്കളെ ചത്താൽ രാവിലെ അയാളുടെ ധാരണ. നല്ല ആരോഗ്യം വേണം. വേണോ വേണ്ടയോ? ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ, 5-fold ഡെവലപ്മെന്റ്. 5 തരത്തില് നിങ്ങൾക്ക് മേലെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പോലെ പഠിക്കണം. റെഡിയാണോ? പോരാ? ഓക്കെ. ഇല്ല, നോ പ്രോബ്ലം. കഴിഞ്ഞു. എക്കോ ആണെന്ന് ഞാന് വേറെ വഴിക്ക് പോകുന്നു. ജസ്റ്റ് സാറല്ല, ഡോക്ടർ TPS. പണ്ട് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഈ ബ്രിട്ടീഷുകാർ വിട്ടിട്ട് 75 കൊല്ലായി, ഇപ്പോഴും കണ്ട അണ്ടനെയും അറുകോടനെയും എന്ത് വിളിക്കും? സാർ. ഞാൻ സാറല്ല, ഞാൻ ഡോക്ടറാണ്. ഡോക്ടർ ഈസ് ലിറ്റിൽ ഹയർ, പ്രൊഫസർ ഈസ് ലിറ്റിൽ ഹയർ. ഞാൻ പ്രൊഫസർ TPS എന്താ വിളിക്കാത്ത അറിയോ? എന്റെ ബ്രദർ ഓൾറെഡി പ്രൊഫസർ TPS ആണ്, പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ TP ശ്രീധരൻ, കണ്ണൂർ സർവകലാശാലയുടെ തുടക്കം കുറിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പ്രൊഫസർ TPS ആണ്. അപ്പൊ ഞാനും പ്രൊഫസർ TPS ആയി എന്ത് പറ്റും?
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഡോക്ടറായി കോൺഷ്യസ്. സോ ഇപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാഹിദ് മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിന് കുറച്ച് ബിസി ആയിരുന്നു, രാവിലത്തെ കുറച്ച് ഫ്യൂണറൽ സെറമണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാൻ ആ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഫ്യൂ വേർഡ്സ്. താങ്ക് യു സോ മച്ച്. Stand up. ആർക്കൊക്കെ വിശക്കുണ്ട്? ആർക്കൊക്കെ വിശക്കുണ്ട്? ബൈബുക്ക് ഉണ്ടെങ്കിൽ ഇല്ല. എന്താ രാവിലെ ആദ്യം ചെയ്യേണ്ട കാര്യം? വയറ് നിറച്ചും ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം എന്നാ പറയും. ഓക്കെ, രാത്രി കഴിക്കാണ്ട് കിടക്കും, കുഴപ്പമില്ല. പക്ഷെ രാവിലെ എന്ത് ചെയ്യണം? നല്ല പോലെ കഴിക്കണം, അല്ലെങ്കിൽ നല്ല പോലെ വെള്ളം കുടിക്കണം. മിനിമം എന്തെങ്കിലും കിട്ടുമോ നോക്കും. കുറെ ബിസ്ക്കറ്റെല്ലാം വരക്കുന്നുണ്ട്. ഗോ. നിങ്ങളുടെ മധ്യപ്രദേശ്, ഇതാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഫില്ലായിട്ടെങ്കിൽ ഉത്തർപ്രദേശ് ഫില്ലാകും. പറയുന്ന ഒന്നും മനസ്സിലാകും. കുറെ ചോദ്യം എഴുതിക്കാം. Keep on writing questions.